നൂറയ്ക്ക് തല ചുറ്റുന്ന പോലെ വരുന്നെന്ന് നൂറ പറയുന്നത്. ആഹാരം കഴിക്കഴിഞ്ഞിട്ട് ശരീരത്തിനെല്ലാം ഒരു ക്ഷീണം കണക്ക്. നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇപ്പം നോക്കി അവന്മാർക്ക് എല്ലാം നിന്ന് കുക്ക് ചെയ്യാം, ഇത്രയും നേരം അവർക്ക് കുക്ക് ചെയ്യേണ്ടായിരുന്നു, അവന്മാരുണ്ടാക്കി അവന്മാർ തന്നെ കഴിക്കട്ടെ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറയുമെന്ന് അനുമോൾ പറയുന്നു. അപ്പം നിങ്ങൾക്ക് വേണോ, നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കുന്നു അനുമോൾ. അന്നേരം അവരൊന്നും മിണ്ടുന്നില്ല. അനുമോൾ പറയുന്നത്, എനിക്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് അവന്മാരുണ്ടാക്കുന്ന ഒന്നും വേണ്ട, ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. അന്നേരം അവർ പറയുന്നത്, അപ്പം നമുക്ക് 3 പേർക്കും നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. ബാത്റൂമിൽ അനീഷ് വോമിറ്റ് ചെയ്യുന്ന, അങ്ങനെ ഇവർ ഓടി അനീഷിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അനീഷ് ആഹാരം കഴിക്കാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, ഇന്നലെ മുതലൊന്നും കഴിക്കുന്നില്ലല്ലോ, രാവിലെ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചില്ലല്ലോ, അതായിരിക്കും അനീഷേട്ടൻ ഛർദ്ദിക്കുന്നു പറയുന്നത്. അങ്ങനെ അനുമോളും നൂറയും കൂടെ പോയി തടവിയൊക്കെ കൊടുക്കുന്നു. ആദില വന്ന് ബിഗ് ബോസിനോട് പറയുന്നത്, ബിഗ് ബോസ് ഒന്ന് കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുമെന്ന് ചോദിക്കുന്നത്. ബിഗ് ബോസ് പറയുന്നത്, ഡോക്ടർ വരുമ്പോൾ വിളിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ അനുമോൾ ചോദിക്കുന്നത്, അനീഷേട്ടൻ എന്തെങ്കിലും വേണം, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നത്. അനീഷിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അനുമോളും നൂറയും കൂടെ കിച്ചണിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ നിൽക്കുക, കിച്ചണിൽ നിന്നുകൊണ്ട് അക്ബർ ചോദിക്കുക, എല്ലാം നമ്മുടെ തലയിൽ വരുവോടാ എന്ന് ചോദിക്കുന്നു. അപ്പം നിവിൻ പറയുന്നു, ഇത് നമ്മളെന്ത് ചെയ്താൽ, അല്ല ഫുഡ് കൊടുത്തില്ല എന്നുള്ള ഇത് ഇപ്പോൾ എല്ലാം നമ്മുടെ തലയിൽ വരുന്ന കണക്കാണെന്ന് അക്ബർ നിവിനോട് പറയുന്നു. ബിഗ് ബോസ് വിളിച്ച് പറയുന്ന അനീഷ് കൺവെൻഷൻ റൂമിൽ വരാൻ. അങ്ങനെ അനീഷ് കൺവെൻഷൻ റൂമിലോട്ട് പോവുക. അതിലെ അനുമോളും കൂടെ അവരോട് ഞങ്ങൾക്ക് ഫുഡ് വേണ്ടാന്ന് പറയാൻ പോവുകയാണ്. ആദിലയുടെ അനുമോൾ പറയുന്നത്, എനിക്ക് വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ച് വേണ്ട, ഡിന്നർ വേണ്ട. അതേപോലെ അവരോട് ചെന്ന് പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അത് നിവിൻ പറയുന്നു, ഓക്കെ. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.